9ാം ക്ലാസ്സിലെ ഭക്ഷണവും ആരോഗ്യവും എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീ ഹെലേന നോർബർഗ് ഹോഡ്ജ് തയ്യാറാക്കിയ നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട്ടിൽ എന്ന ലേഖനത്തിൻ്റെ വിവർത്തനമാണ് ഈ പാഠഭാഗം. എഴുത്തുകാരി പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞയാണ്. ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ശ്രീ MP പരമേശ്വരനും ആണ്. അദ്ദേഹം ആണവ ശാസ്ത്രജ്ഞനും വൈജ്ഞാനിക സാഹിത്യകാരനും ശാസ്ത്ര പ്രചാരകനുമാണ്. ആഗോള ഭക്ഷ്യരംഗത്ത് വന്ന മാറ്റം മനുഷ്യൻ്റെ ഭക്ഷ്യ സംസ്കാരത്തെയും ഭക്ഷണ രീതികളെയും ആരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നു. കാലത്തിൻ്റെ മാറ്റത്തോടൊപ്പം മനുഷ്യരുടെ ജീവിത ശൈലിയും ഭക്ഷണ രീതികളും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് അമ്മമാർ സ്നേഹത്തോടെ പാകം ചെയ്ത നാട്ടുഭക്ഷണങ്ങൾക്കായിരുന്നു നമ്മുടെ നാട്ടിൽ പ്രിയം. എന്നാൽ ഇന്ന് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായതുപോലെ തോന്നുന്നു. ഫാസ്റ്റ് ഫുഡ് എന്നാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ തയ്യാറാക്കി കഴിക്കാവുന്ന ഭക്ഷണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, നൂഡിൽസ്, ഷവർമ തുടങ്ങിയ വിദേശ വിഭവങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലും ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വരെ ലഭ്യമാണ്. ഹോട്ടലുകളും സോഷ്യൽ മീഡിയകളും മൊബൈൽ വണ്ടികളും ഈ സംസ്കാരത്തെ ഭീകരമായി വ്യാപിപ്പിച്ചിരിക്കുന്നു. തിരക്കേറിയ ജീവിതശൈലി, ജോലി സമ്മർദ്ദം എന്നിവയാണ് ഫാസ്റ്റ് ഫുഡിൻ്റെ പ്രചാരത്തിന് ഏറ്റവും വലിയ കാരണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയുള്ള അവതരണവും ചിത്രങ്ങളും വീഡിയോകളും പരസ്യങ്ങളും യുവതലമുറയെ അനാരോഗ്യകരമായ ഇത്തരം ഭക്ഷണ രീതികൾക്ക് അടിമപ്പെടുത്തുന്നു. അമിതവണ്ണം, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവ ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. പോഷകമൂല്യങ്ങൾ കുറഞ്ഞ ഈ ഭക്ഷണങ്ങൾ കുട്ടികളുടെ ശാരീരിക ബൗദ്ധിക വളർച്ചയ്ക്ക് ദോഷകരമാണ്. നമ്മുടെ നാടൻ ഭക്ഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ ഫാസ്റ്റ് ഫുഡുകളിൽ കാണാനില്ല. ആരോഗ്യകരമായ നാടൻ ഭക്ഷണങ്ങളുടെ പ്രാധാന്യം കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തുകയും കുടുംബസമേതം വീട്ടുഭക്ഷണം പ്രോത്സാഹിപ്പിക്കുകയും വേണം. അങ്ങനെ മാത്രമേ നമ്മുടെ ആരോഗ്യവും ഭക്ഷണ സംസ്കാരവും സംരക്ഷിക്കാനാവൂ. ഇനി ഈ പാഠത്തിലെ പ്രധാന ചോദ്യം ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ, എന്താണത് എന്നാണ്. ആഗോള ഭക്ഷ്യ മാർക്കറ്റിൽ പ്രചാരം നേടിയ പല ഭക്ഷണ സാധനങ്ങളും ആരോഗ്യത്തിന് ഹാനികരമാണ്. കൃത്രിമ നിറങ്ങളും മായങ്ങളും വിഷങ്ങളും ഉപയോഗപ്രദമല്ലാത്ത എണ്ണകളും ചേർത്തുണ്ടാക്കുന്ന കാഴ്ചയിൽ സുന്ദരങ്ങളായ ഭക്ഷ്യവസ്തുക്കൾ ജീവിതശൈലീ രോഗങ്ങൾക്ക് കാരണമാകുന്നു. വളർച്ചാ ഹോർമോണുകൾ, രാസവസ്തുക്കൾ, കൃത്രിമ നിറങ്ങൾ എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ആരോഗ്യ ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ രോഗികളെ സൃഷ്ടിച്ചു കൊടുക്കുന്നു. അതായത് വിലപിടിച്ച രോഗികളെ സൃഷ്ടിക്കുന്ന ഭീകരമായ ആഗോള ഹോസ്പിറ്റൽ മാഫിയയുടെ ഇരകളായി നാം അറിഞ്ഞുകൊണ്ട് മാറുകയാണ്. ഈ ലേഖനത്തിൽ ഇതുതന്നെയാണ് ഊന്നിപ്പറയുന്നത്. ഇതിനൊറ്റ പ്രതിവിധിയെ ചൂണ്ടിക്കാണിക്കാനുള്ളൂ. പ്രാദേശികമായി കൃഷി ചെയ്തെടുക്കുന്ന നമ്മുടെ നാടൻ വിഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഓരോ നാടിനും ഓരോ ഭക്ഷണശീലമുണ്ട്. നാം ജനിച്ചു വളർന്ന നാടിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണ രീതികളാണ് നാം കഴിക്കേണ്ടത്. കുട്ടികളെ, വെൽത്ത് ഈസ് ഹെൽത്ത് എന്നത് മറക്കാതിരിക്കുക. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ വീണ്ടും ഉണ്ടാക്കാം, എന്നാൽ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സമീകൃത ആഹാരം, വ്യായാമം, നല്ല ശീലങ്ങൾ എന്നിവയിലൂടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ദീർഘായുസ്സും സന്തോഷവും നൽകുന്നു. എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.